ചായ വെക്കാൻ വേണ്ടി ഇതേ അടുക്കളയ്ക്ക് എത്തിയേക്കാണ്. സമയം ഒരു 4:45. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ ചായ വെക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ 3 തക്കാളിയുമായി വന്നിട്ടുള്ളത് വേറെ ഒന്നിനല്ല, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഗ്രേസിനും സ്റ്റീവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുക്കി കഴിക്കാൻ. ഗ്രേസിനും സ്റ്റീവനും മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെച്ചാൽ നാളത്തേക്കും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാക്കണത്. ആക്ച്വലി അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ, കുറച്ചൊക്കെ ഉണ്ടാവും പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഇവിടെ എത്തുന്ന ഗ്യാപ്പിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കി തീർത്താൽ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ചിക്കൻ എത്തുന്നു, വറക്കുന്നു, കൊടുക്കുന്നു, അവർ കഴിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ അങ്ങനെ സ്റ്റീവനും ഗ്രേസിന് വേണ്ടി മാത്രം വേഗം കുറച്ച് ഇറച്ചി മാത്രം എടുത്തിട്ട് വേഗം ഒന്ന് വറുത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ബാക്കിയുള്ള ചിക്കനെ ഞാൻ ഒരു ഗ്രേവിയുള്ള രീതിയിൽ അങ്ങനെ ചിക്കൻ കറി വെക്കണം. പിന്നെ അതുമല്ല, കുറച്ച് ദിവസമായി എൻ്റെ ഫ്രിഡ്ജിൽ ലൂബിക്ക ഉണ്ടല്ലോ. മമ്മി ഒരു ദിവസം വന്നപ്പോൾ ലൂബിക്ക വീട്ടിൽ ഇവിടെ തന്നെ വെച്ച് ഉപ്പിലിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കാണ്. നീ ഇവിടെ ഇനി സൂക്ഷിച്ച് വെച്ചാൽ അത് അത് ചീത്തയായി പോകുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൈയോടുകൂടി തന്നെ മമ്മി അതൊന്ന് റെഡിയാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അതിനെ ഒന്ന് അച്ചാറിടണം. ഇന്നാണ് അച്ചാറിടാനൊരു ടൈം കിട്ടിയത്. കുറേ ദിവസമായിട്ടാണ് ഈ അച്ചാറിടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ രീതിയിലുള്ളൊരു തട്ടിക്കുട്ട് അച്ചാറാണെങ്കിലും പിറ്റേ ദിവസം അത് നല്ല തണുത്താറി കഴിയുമ്പോൾ കുപ്പിയിലൊക്കെ പകർത്തി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ഫുൾ വ്ളോഗ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.